ഹലോ ഗായ്സ്, വീണ്ടും ഞങ്ങളാണേ. അപ്പം നമ്മുടെ കോട്ടിയാട്ട് മേക്ക് ഓവർ വീഡിയോയുടെ താഴെ കുറേ മെസ്സേജൊക്കെ വരുന്നുണ്ടായിരുന്നു. എത്ര കോസ്റ്റായി, ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം താഴെ പോവില്ലേ, എന്താണ് മതിൽ തേക്കാത്ത, ഇതിൻ്റെ എൻട്രി എവിടെ നിന്നാണെന്നൊക്കെ. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ ഒരു ഫുൾ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കണത്. അപ്പോൾ നമ്മൾ ഷീറ്റ് ഇട്ടേക്കണത് മറ്റേ നമ്മുടെ മണലിറക്കിയതിൻ്റെ ബാലൻസ് വന്ന ഷീറ്റാണ്. അത് നമ്മൾ പിന്നീട് പൈസ കൊടുത്തൊന്നും വാങ്ങിച്ചില്ല, അത് തന്നെ ഇട്ടു. പിന്നെ ഡ്രൈനേജ് ഹോളാണ്, നമ്മൾ ചെറിയ ഹോൾസൊക്കെ ഇട്ടിട്ടാണ് അതിനകത്ത് ഇട്ടത്. അപ്പോൾ ഇതുവരെ വെള്ളമൊന്നും നിൽക്കണ്ടായിരുന്നില്ല, വെള്ളമൊക്കെ നല്ലോണം ഒഴിക്കണതൊക്കെ നല്ലോണം ഡ്രൈനായി പോകണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇത് ബബിൾ സ്റ്റോൺ നമുക്ക് 670 പൈസയ്ക്കാണ് നമുക്ക് കിട്ടിയത്. പിന്നെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ നമുക്ക് ഒരെണ്ണം 130 വെച്ചാണ് ആയത്. അപ്പോൾ മൊത്തം നമുക്ക് 2100 രൂപയാണ് നമുക്ക് കോസ്റ്റ് ആയത് കല്ലിന്. പിന്നെ നമ്മൾ കലാത്തി ഒരു 17 എണ്ണം വാങ്ങിച്ചു. നമുക്ക് 100 വെച്ചാണ് ഒരു കലാത്തിയൊക്കെ ആയത്. പിന്നെ ബാക്കി പ്ലാന്റ്സൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പ്ലാന്റ്സാണ്. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ നട്ട് വളർത്തിയൊക്കെ വെച്ചിരുന്നത്. പിന്നെ നമ്മൾ മതിൽ തേക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്രീപ്പിംഗ് ഫിഗ് കയറ്റി ഫുൾ ഗ്രീൻ ആക്കാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് അതങ്ങനെ വിട്ടേക്കണത്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു പിക്ക് ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്തേക്കാം. പിന്നെ നമ്മൾ മഴയൊക്കെ സമയത്ത് ഒത്തിരി വെള്ളം വരുവാണെങ്കിൽ തന്നെ വെള്ളം പോകാനുള്ളൊരു ഓസ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അവിടെ ക്ലോസ് ചെയ്ത് പോകാനുള്ളതാണ്. പിന്നെ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് അവിടെ ക്ലോസ് ചെയ്യാണ്ട് വിറ്റുന്നത്. പിന്നെ ഇതിൻ്റെ എൻട്രി എവിടെ നിന്നാണെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഹാളിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ എൻട്രി വരുന്നത്. പിന്നെ നമ്മൾ വാങ്ങിച്ച ബബിളിൻ്റെയും സ്റ്റോണിൻ്റെയും ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ബൈ ബൈ.